ഹലോ. അപ്പോൾ ദേ 2 ദിവസം ബീഫൊക്കെ തിന്ന് മനുഷ്യനാകെ മടുത്തിരിക്കട്ടെ. വയറിൻ്റെ ടേസ്റ്റ് എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് കുത്തിയിരുന്ന് ചക്കക്കുരു ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൈ കൊണ്ട് ഞെക്കി കീറാനൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചതാണ് കേട്ടോ. മറ്റേ നമ്മൾ ഇടിയറിലും വെച്ച് കുത്തി എടുത്തപ്പോൾ എളുപ്പത്തിലാക്കിയാണ്. അത് അത്യാവശ്യം നല്ലപോലെ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ദേ ഫസൽ മുട്ടക്കൂട്ടാൻ വേണമെന്ന് പറഞ്ഞാൽ അവന് ബീഫ് കൂട്ടത്തില്ലാത്തതുകൊണ്ട് വലിയ മെനക്കേടായിട്ടുണ്ട്. അപ്പോൾ അവനായിട്ട് എന്തെങ്കിലും വേറെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അവനുള്ള മുട്ടക്കൂട്ടാൻ ഉണ്ടാക്കി കൊടുത്ത് നമ്മളെ ചക്കക്കുരു ഇത്രയും ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ എനിക്ക് ഇത്രയൊന്നും ഞാൻ പറ്റത്തേ ഇല്ല. നമ്മൾ സാധാ സൈസാണെങ്കിൽ ഇതിങ്ങനെ ഇടിച്ചാക്കിക്കൊണ്ട് നല്ല സുഖമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇന്ന് കണ്ടുപിടിച്ച ഐഡിയ ആണേ. അല്ലെങ്കിൽ എളുപ്പപ്പണി എവിടെ ഉണ്ട് അവിടെ ഞാൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് പൊടികളൊക്കെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ എനിക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏതെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ട്. അതിലൊരെണ്ണം ഞാൻ ഇട്ട് കൊടുത്തു, ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി ചാറ് കറിയും കൂടെ വെക്കാനുണ്ട് കേട്ടോ. നമുക്ക് രസം ഇരിപ്പുണ്ട്. എന്നാലും ഇക്കാക്ക് ഇച്ചിരി പുളിച്ചാറ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിതിലുണ്ടായതാണ് വഴുതനങ്ങ. ഒരെണ്ണമേ ഒരെണ്ണം തന്നെ ധാരാളമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ പുളിച്ചാറ് വെക്കാമെന്ന് വെച്ചേ. അതിൻ്റെ ഇടയ്ക്ക് പൈപ്പ് വെള്ളം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നോക്കാനായിട്ട്. ഇപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം മഴവെള്ളമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ പിന്നെ ജാറ് കാലിയാകുമ്പോൾ പുറകിലൊക്കെ ജാറെല്ലാം കൊണ്ട് വെക്കുന്നുണ്ട്. കൂടുതലും മഴവെള്ളമാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ വിനാഗിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചില്ല. അപ്പോൾ ഇത് ബീഫ് ഇതൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ബാക്കി ഇത് ഞാൻ ചക്കക്കുരുവിന് വേണ്ടി ആക്കിയതാണ് കേട്ടോ. ചക്കക്കുരൊക്കെ മൂപ്പിക്കുമ്പോൾ ഇതുപോലെ വെളുത്തുള്ളി ഇച്ചിരി കൂടുതലും പിന്നെ ചെറുള്ളിയൊക്കെ ഇട്ട് ചതച്ച് കഴിഞ്ഞാൽ നല്ല വേറെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. സാധാരണ ഞാൻ അങ്ങനെ ഇടാറില്ല, കടുകും വേപ്പിൻ്റെലും പൊട്ടിച്ചിട്ട് ഇടാറും ചെയ്യുന്നത്. ഇപ്പോൾ വെളുത്തുള്ളി ഇപ്പോൾ കുറേ നാളായിട്ട് വെളുത്തുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീൻ പൊരിക്കുന്നതിലാണെങ്കിലൊക്കെ വെളുത്തുള്ളി ഞാൻ കൂടുതലിടാം കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഇച്ചിരി വെന്ത് പോയെന്ന് തോന്നുന്നു. ഞാൻ ഇച്ചിരി വെള്ളം അറിയാതെ ഇച്ചിരി കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് വെച്ചാലും വെള്ളം കാണുന്നുള്ളൂ, നമുക്കത് പുതുമയൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചെടുത്തിട്ട് അപ്പത്തെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അത് അവിടെ നിങ്ങൾ തീ കുറച്ച് നിന്ന് മുരിഞ്ഞോളൂ. അപ്പോൾ വഴുതനം കൂടെ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി പരിപാടി എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഇറച്ചി ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഇവരാണെങ്കിലും പൊരിച്ചാണെങ്കിലും കഴിച്ചോളൂ. ഞാൻ ഇന്നലെ രാത്രിയോട് കൂടി ഇറച്ചി കഴി അങ്ങ് നിർത്തിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇനി കഴിക്കുന്നത്, കാരണം ഒത്തിരി എണ്ണ ഭയങ്കരമായിട്ട് പൊരിച്ചെടുത്ത് കഴിക്കുന്നതുകൊണ്ട് വല്ല കൊളസ്ട്രോളും കയറി പിടിക്കാനുള്ള പേടിയാണ്. ഞാനത് തിന്നില്ല കേട്ടോ. രാത്രി ഞാൻ അതുപോലെ മുട്ട ചിക്കിട്ടാട്ടോ കഴിച്ചത്. കാരണം എപ്പോഴും ഇപ്പോൾ ഈ 2 ദിവസമാണെങ്കിലും അടുപ്പിച്ച് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ ഈ ഇറച്ചി പൊരിച്ചത് തിന്നുന്നതുകൊണ്ട് ഒരു പേടി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒഴിവാക്കിയതാണ്. പൊതുവേ ബീഫിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഫ്രൈ ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും അങ്ങനെ ഒരുപാടൊന്നും ഞാൻ കഴിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുളിച്ചാറിന് ഞാൻ പൊടികളൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്ര പൊടികളായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇച്ചിരി പുളിവെള്ളം കൂടെ അതിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുള്ളൂ, കാരണം ഒരുപാട് വേണ്ടില്ല, ആകെ ഒരു വഴുതനങ്ങയല്ലേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ ചക്കക്കുരു ഏറെക്കുറായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത് അടച്ച് വെച്ച് അങ്ങോട്ട് പോയപ്പോഴേക്കും ഒരാൾ വന്ന് തപ്പിയെടുത്ത് തിന്നുകൊണ്ടിരിക്കും. ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തെ അടുത്ത് കണ്ടത്. അപ്പോഴേക്കും നമ്മൾ ചോറും കൂടെ ഇവിടെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വഴുതനങ്ങ 2 തിളയ്ക്കുമ്പോഴേക്കും ആവുക. ഞാൻ ഇത് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും അതും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. നല്ല വീട്ടിൽ പിന്നെ കാണാം. ബൈ, ടാറ്റാ.